ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണ്. എല്ലാ ദേവസ്വം ബോർഡുകൾക്കും സ്പെഷ്യൽ ടോപ്പിക് എന്താണ്? സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആ സിലബസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ അറിയാമല്ലോ, പുതിയ ദേവസ്വം ബോർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വീഡിയോ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഹിന്ദു എന്ന വാക്ക് ഉത്ഭവിച്ചത് എങ്ങനെയാണ്? അപ്പോൾ എങ്ങനെയാണ് ഹിന്ദു എന്ന് പറയുന്ന വാക്ക് ഉത്ഭവിച്ചത്? സിന്ധു എന്ന നദിയുടെ പേരിൽ നിന്നാണ് ഹിന്ദു എന്ന വാക്ക് ഉണ്ടായത്. സിന്ധു നദി, സിന്ധു സാഗരം അറിയാമല്ലോ. അപ്പോൾ ഹിന്ദു എന്ന് പറയുന്ന വാക്ക് ഉത്ഭവിച്ചത് എങ്ങനെയാണ്? സിന്ധു എന്ന നദിയുടെ പേരിൽ നിന്നാണ് ഹിന്ദു എന്ന വാക്ക് ഉണ്ടായത്. നമ്മുടെ ക്ലാസ് അറിയാമല്ലോ, നമ്മൾ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും, സ്പെഷ്യൽ ടോപ്പിക്ക് കംപ്ലീറ്റ് എടുക്കും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ റിവിഷനും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റും എന്ത് ചെയ്യും, നമ്മൾ കണ്ടക്ട് ചെയ്യും. മുമ്പ് കണ്ടവർക്ക് അറിയാമല്ലോ, നമ്മൾ നോർമലി ചെയ്യുന്നതാണ്. ഓക്കെ, എല്ലാം ഫ്രീ ആണ്. നോർമലി നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള അവർ ചെയ്യുന്ന അതേ മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് എന്താണ് ഹിന്ദുവിൻ്റെ മതം? എന്താണ് ഹിന്ദുവിൻ്റെ മതം? ഹിന്ദുവിൻ്റെ മതമാണ് സനാതന ധർമ്മം. അപ്പോൾ ഹിന്ദുവിൻ്റെ മതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് മതമാണ്? ഹിന്ദുവിന് മതമല്ല, സനാതന ധർമ്മമാണ് ഹിന്ദുവിൻ്റെ മതമെന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, സനാതന ധർമ്മം എന്നാൽ എന്താണ്? എന്താണ് സനാതന ധർമ്മം? നിത്യമായ നിയമം എന്നാണ് സനാതന ധർമ്മത്തിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് സനാതന ധർമ്മം? നിത്യമായ ഒരു നിയമമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത് ഏറ്റവും പഴക്കമുള്ള ഭാരത സംസ്കാരം, അത് സിന്ധു നദീതട സംസ്കാരമാണ്. അപ്പോൾ ഏറ്റവും പഴക്കമുള്ള ഭാരത സംസ്കാരം ഏതാണ്? സിന്ധു നദീതട സംസ്കാരം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കൊന്നും കൂടി വായിച്ചിട്ട് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ ആണല്ലോ? ക്ലാസ് ഓക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ. ഹിന്ദു എന്ന വാക്ക് ഉത്ഭവിച്ചത് സിന്ധു എന്ന നദിയുടെ പേരിൽ നിന്നാണ് ഹിന്ദു എന്ന വാക്ക് ഉണ്ടായത്. എന്താണ് ഹിന്ദുവിൻ്റെ മതം? സനാതന ധർമ്മമാണ് ഹിന്ദുവിൻ്റെ മതം. സനാതന ധർമ്മം എന്നാൽ എന്താണ്? നിത്യമായ നിയമം എന്നതാണ് സനാതന ധർമ്മത്തിൻ്റെ അർത്ഥം. അടുത്ത് ഏറ്റവും പഴക്കമുള്ള ഭാരത സംസ്കാരം ഏതാണ്? അത് സിന്ധു നദീതട സംസ്കാരമാണ്. ഇത്രയും ഓക്കെ ആണല്ലോ? അടുത്ത സ്ലൈഡാണ് അടുത്ത്. തത്വമസി എന്ന വാക്കിൻ്റെ അർത്ഥം. തത്വമസി എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ കാണുന്നതാണല്ലോ, എന്താണ് അത്? നീ തന്നെ ആകുന്നു, അത് നീയാകുന്നു. അപ്പോൾ തത്വമസി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അത് നീയാകുന്നു. അടുത്ത് ത്രിഗുണങ്ങൾ എന്തെല്ലാം? ത്രിഗുണങ്ങൾ എന്തെല്ലാം? എന്തൊക്കെയാണ്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പോൾ ത്രിഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? സത്വഗുണം, രജോ ഗുണം, പിന്നെ ഏതാണ്? തമോ ഗുണം. അടുത്ത കർമ്മേന്ദ്രിയങ്ങൾ ഏതെല്ലാമാണ്? കർമ്മേന്ദ്രിയങ്ങൾ ഏതെല്ലാമാണ്? ഏതെല്ലാമാണ്? പാണി, പാദം, വാക്ക്, പായു, ഉപസ്ഥം. അപ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? പാണി, പാദം, വാക്ക്, പായു, ഉപസ്ഥം. ഓക്കെ ആണല്ലോ? അടുത്ത് ഓംകാരധ്വനി ഉണ്ടായത് എപ്പോഴാണ്? ഓംകാരധ്വനി എപ്പോൾ ഉണ്ടായി? പ്രപഞ്ചത്തിൻ്റെ ആദ്യ സൃഷ്ടിയിൽ ഈശ്വരനിൽ നിന്നുമാണ് ഓംകാരധ്വനി ഉണ്ടായത്. അപ്പോൾ എപ്പോഴാണ് ഓംകാരധ്വനി ഉണ്ടായത് എന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? പ്രപഞ്ചത്തിൻ്റെ ആദ്യ സൃഷ്ടിയിൽ എവിടെ നിന്നുണ്ടായി? ഈശ്വരനിൽ നിന്നും ഉണ്ടായതാണ് ഓംകാരധ്വനി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. തത്വമസി എന്ന വാക്കിൻ്റെ അർത്ഥം അത് നീയാകുന്നു. ത്രിഗുണങ്ങൾ എന്തെല്ലാമാണ്? സ്വത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. കർമ്മേന്ദ്രിയങ്ങൾ ഏതെല്ലാമാണ്? പാണി, പാദം, വാക്ക്, പായു, ഉപസ്ഥം. ഓംകാരധ്വനി എപ്പോഴുണ്ടായി? പ്രപഞ്ചത്തിൻ്റെ ആദ്യ സൃഷ്ടിയിൽ ഈശ്വരനിൽ നിന്നുമാണ് ഓംകാരധ്വനി ഉണ്ടായത്. ഓംകാരത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് പഠിക്കാണ്ട്, അത് വരുന്ന വഴിക്ക് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. ഓക്കെ, അടുത്ത് ഷഡ് ദർശനങ്ങൾ ഏതെല്ലാമാണ്? ഷഡ് ദർശനങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെ ദർശനങ്ങളാണ്? ന്യായ ദർശനം, വൈശേഷിക ദർശനം, സംഖ്യാദർശനം, യോഗ്യ ദർശനം, മീമാംസാ ദർശനം,
വേദാന്ത ദർശനം. ഓക്കെ ആണല്ലോ. ഈ ഷഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകം, ദ്വേ, ത്രീണി, ചത്വാരി, പഞ്ച, ഷഡ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഷഡ് എന്ന് പറഞ്ഞാൽ 6ആണ്. ഇത് സംസ്കൃത ആ ഒരു സംഖ്യാക്രമമാണ്. മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ ഷഡ് ദർശനങ്ങൾ ഏതെല്ലാം എന്നായിരുന്നു ചോദ്യം. 6 ദർശനങ്ങൾ. ഏതൊക്കെയാണ്? ന്യായദർശനം, വൈശേഷിക ദർശനം, സംഖ്യാദർശനം, യോഗ്യദർശനം, മീമാംസാ ദർശനം, വേദാന്ത ദർശനം. ഓക്കെ ആണല്ലോ. അടുത്ത് ചതുർയുഗങ്ങൾ ഏതെല്ലാമാണ്? ചതുർയുഗങ്ങൾ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. എടാ, നിങ്ങൾക്ക് പഠിക്കാൻ നല്ല താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കൂടെ പിടിച്ചോ. കാരണം ഇതിൽ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് കിട്ടും. മനസ്സിലായല്ലോ. നിങ്ങൾ ചുമ്മാ ഈ എന്ത് പറയാനാ, നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ, ഞാൻ അതേ പറയുന്നുള്ളൂ, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പെയ്ഡ് ക്ലാസ് എടുത്ത് അവരോട് ചോദിച്ചാൽ മതി. അവർ കറക്റ്റായിട്ട് പറഞ്ഞുതരും. അവിടെ കിട്ടുന്നതും ഇവിടെ കിട്ടുന്നതും എല്ലാം എന്താണ്? സെയിം ആണ്. വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും കാണില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ. ചതുർയുഗങ്ങൾ ഏതെല്ലാമാണ്? ചതുർയുഗങ്ങൾ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഒരു സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ അവനെന്താണ്, അവന് ഓവറായിട്ട് അവന് പൈസയൊന്നും കൊടുക്കാൻ കാണില്ല. ഇപ്പോൾ 99 രൂപയ്ക്ക് ക്ലാസ് വയ്ക്കുന്നവരുണ്ട്. അതുപോലും കൊടുക്കാൻ വയ്യാത്ത ആൾക്കാർ ഇന്നത് നോർമലി കാണും. മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരെയും, അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാവരെയും കൂടെ പഠിക്കാൻ താല്പര്യമുള്ള, അത്രയ്ക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. അത് മാത്രമേ എന്തുള്ളൂ ഈ ഒരു വീഡിയോയിൽ ഇതായിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മാക്സിമം പഠിക്കുക. ഓക്കെ ആണല്ലോ. എപ്പോൾ സമയം കിട്ടുമോ, നിങ്ങൾക്ക് എത്ര ഏജാണോ ഒന്നും നോക്കണ്ട, പഠിക്കാൻ പറ്റുവാണോ എന്ത് ചെയ്യുക? നിങ്ങളങ്ങ് പഠിക്കുക. ഓക്കെ. ഓക്കെ. ചതുർയുഗങ്ങൾ ഏതെല്ലാമാണ്? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഓക്കെ ആണല്ലോ. ഇതാണ് ചതുർയുഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത വ്യാസൻ്റെ പിതാവ് ആരാണ്? വ്യാസൻ്റെ പിതാവ് പരാശരനാണ്. വ്യാസൻ്റെ പിതാവ്. അപ്പോൾ വ്യാസൻ്റെ പിതാവ് ആരാണ്ട? പരാശരൻ. അടുത്ത് വേദത്തിൻ്റെ ശബ്ദകോശത്തെ ഏതു പേരിൽ അറിയപ്പെടുന്നു? അപ്പോൾ വേദത്തിൻ്റെ ശബ്ദകോശത്തെ ഏതു പേരിൽ അറിയപ്പെടുന്നു? നിരുക്തം. നിരുക്തം എന്ന പേരിലാണ് വേദത്തിൻ്റെ ശബ്ദകോശത്തെ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. അപ്പോൾ ഷഡ് ദർശനങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ന്യായദർശനം, വൈശേഷിക ദർശനം, സംഖ്യാദർശനം, യോഗ്യദർശനം, മീമാംസാ ദർശനം, വേദാന്ത ദർശനം. ചതുർയുഗങ്ങൾ ഏതെല്ലാമാണ്? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അടുത്ത് പറഞ്ഞെന്താണ്? വ്യാസൻ്റെ പിതാവ് ആരാണ്? പരാശരനാണ്. വേദത്തിൻ്റെ ശബ്ദകോശത്തെ ഏതു പേരിൽ അറിയപ്പെടുന്നു? നിരുക്തമെന്ന് അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ. അടുത്ത ചോദ്യം. ഏറ്റവും വലിയ ഉപനിഷത്ത് ഏത് ഉപനിഷത്താണ്? ബൃഹദാരണ്യ ഉപനിഷത്താണ്. അപ്പോൾ ഏറ്റവും വലിയ ഉപനിഷത്ത് ഏതാണ്? ബൃഹദാരണ്യ ഉപനിഷത്താണ് ഏറ്റവും വലിയ ഉപനിഷത്ത്. അടുത്ത് ഗണപതിയുടെ വാഹനം ഏത്? അറിയാലോ. മൂഷിക വാഹനൻ ഗണപതി അറിയാലോ. അപ്പോൾ ഗണപതിയുടെ വാഹനമാരാണ്? മൂഷകനാണ് ഗണപതിയുടെ വാഹനം. നമ്മുടെ പണ്ടത്തെ, അല്ലെങ്കിൽ നമ്മുടെ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഓക്കെ. ആശയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞത് നമ്മുടെ ശ്രീബുദ്ധനാണ്. ആശയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞതാരാണ്? നമ്മുടെ ശ്രീബുദ്ധനാണ്. അടുത്ത് സത്യവും അഹിംസയുമാണ് എൻ്റെ ദൈവങ്ങളെന്ന് പറഞ്ഞത് നമ്മുടെ ഗാന്ധിജിയാണ്. സത്യവും അഹിംസയുമാണ് എൻ്റെ ദൈവങ്ങളെന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ ഗാന്ധിജിയാണ്. മനസ്സിലായല്ലോ. എൻ്റെ ദേവനും ദേവിയും എൻ്റെ സംഘടനയാണെന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ മന്നത്ത് പത്മനാഭനാണ്. NSSുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. ഓക്കെയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊന്നുകൂടി പറയാം. ഏറ്റവും വലിയ ഉപനിഷത്താണ് ഏത്? ബൃഹദാരണ്യ ഉപനിഷത്ത്. ഗണപതിയുടെ വാഹനം ഏതാണ്? മൂഷകനാണ്. ആശയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ ശ്രീബുദ്ധനാണ്. സത്യവും അഹിംസയുമാണ് എൻ്റെ ദൈവങ്ങളെന്ന് പറഞ്ഞതാരാണ്? നമ്മുടെ മഹാത്മാ ഗാന്ധിജിയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ആര് പറഞ്ഞതാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ്. അറിയാലോ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്ന് പറഞ്ഞതാരാണ്? അതും നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ കുറേ കോട്ടുകളുണ്ട്. അതെന്ത് ചെയ്യാം? നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ പതുക്കെ പഠിക്കാം. ഓക്കെ. അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്ന് പറഞ്ഞതാരാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത ചോദ്യം. മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന പൂർണ്ണതയുടെ ബഹിസ്ഫുരമാണ് വിദ്യാഭ്യാസം. ആരാണ്? നമ്മുടെ വിവേകാനന്ദൻ പറഞ്ഞ കോട്ടാണ്. അപ്പോൾ മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന പൂർണ്ണതയുടെ ബഹിസ്ഫുരമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞതാരാണ്? നമ്മുടെ സ്വാമി വിവേകാനന്ദനാണ്. അടുത്ത് പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും എന്നാര് പറഞ്ഞു? എഴുത്തച്ഛൻ പറഞ്ഞതാണ്.
അപ്പോൾ പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതാര്? എഴുത്തച്ഛൻ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അത് ശ്രീനാരായണ ഗുരു പറഞ്ഞ വാക്കാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്ന് പറഞ്ഞതാരാണ്? അതും ശ്രീനാരായണ ഗുരുവാണ്. മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന പൂർണ്ണതയുടെ ബഹിസ്ഫുരമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ആര് പറഞ്ഞടാ? നമ്മുടെ എഴുത്തച്ഛനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വീഡിയോയിൽ ഈ എടാ എന്ന് വിളിക്കുന്നത് തെറ്റാണെന്ന് ഒരാൾ പറഞ്ഞു. അത് നോർമലി നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നവർ എന്ന് പറയുമ്പോൾ, ഞാൻ നോർമലി ക്ലാസ് എടുക്കുമ്പോൾ എന്താണ്, ഞാൻ എടാ പോടാ അങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ, നമ്മുടെ ആ ഒരു ഏരിയയിൽ നമ്മുടെ ആ ഒരു ജില്ലയുടെ ആ ഒരു സ്ലാങ് ആണ്. ഓക്കെ ആണല്ലോ, എടാ പോടാ. ഓക്കെ, അത് വേറെ ഒന്നുമില്ല. അങ്ങനെ നിങ്ങളുടെ ഓക്കെ. അടുത്ത ചോദ്യം. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം, ശതമാകുകിൽ സഹസ്രം മതിയെന്നും ആ ഒരു അറിയാലോ. അത് ആരുടെ വരികളാണ്? പൂന്താനത്തിൻ്റെ വരികളാണ്. അപ്പോൾ അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം ആരുടെ വരികളാണ്? പൂന്താനത്തിൻ്റെ വരികളാണ്. ഓക്കെ, അടുത്ത്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതു നിങ്ങളെത്താൻ. അത് നമ്മുടെ കുമാരനാശാൻ്റെ വരികളാണ്. അപ്പോൾ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതു നിങ്ങളെ എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ കുമാരനാശാനാണ്. അടുത്ത്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ. അതാര് പറഞ്ഞു? ഉള്ളൂറസ് പരമേശ്വരയ്യരുടെ വരികളാണ്. അപ്പോൾ ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ. അതാര് പറഞ്ഞു? ഉള്ളൂറസ് പരമേശ്വരയ്യർ പറഞ്ഞാണ്. അടുത്ത്. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന പേർ കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ആര് പറഞ്ഞു? അത് വള്ളത്തോളിൻ്റെ വരികളാണ്. അപ്പോൾ ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന പേർ കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ആരുടെയാണ്? വള്ളത്തോളിൻ്റെ വരികളാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. അർത്ഥമെത്ര വളരെയുണ്ടായാലും അത് പൂന്താനത്തിൻ്റെ വരികൾ. മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ സ്വയം മാറ്റും നിങ്ങളെ കുമാരനാശാൻ്റെ വരികൾ. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ ഉള്ളൂറസ് പരമേശ്വരയ്യയുടെ വരികളാണ്. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന പേർ കേട്ടാലോ ആ വരി ആരുടേതാണ്? നമ്മുടെ വള്ളത്തോളിൻ്റെ വരികളാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യങ്ങളാണ്. അർജുനൻ്റെ പുത്രൻ ആര്? കൃതവർമാവാണ്. അപ്പോൾ അർജുനൻ്റെ പുത്രൻ ആര്? കൃതവർമാവാണ് അർജുനൻ്റെ പുത്രൻ എന്ന് പറയുന്നത്. അടുത്ത്. നകുലൻ്റെ പുത്രൻ ശ്രുതസേനനാണ്. അപ്പോൾ നകുലൻ്റെ പുത്രൻ ആരാണ്? ശ്രുതസേനനാണ് നകുലൻ്റെ പുത്രൻ. ഭീമന് ബലന്ധരയിലുണ്ടായ പുത്രൻ ആര്? ശർമാത്രാതനാണ്. ഇതൊക്കെ അറിഞ്ഞാത്തവർ ഒന്ന് എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഭീമന് ബലന്ധരയിലുണ്ടായ പുത്രൻ ആരാണ്? ശർമാത്രാതൻ. ഭീമൻ, ബലന്ധര, ശർമാത്രാതൻ. നകുലന് രേണുകയിലുണ്ടായ പുത്രൻ നിരമിത്രൻ. സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. നകുലൻ പ്ലസ് രേണുക ഈക്വൽ ടു നിരമിത്രൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, നകുലന് രേണുകയിൽ നിരമിത്രൻ. അടുത്ത്. അപ്പോൾ ഒന്നുകൂടി. അർജുനൻ്റെ പുത്രനാണ് കൃതവർമാവ്, നകുലൻ്റെ പുത്രനാണ് ശ്രുതസേനൻ, ഭീമന് ബലന്ധരയിലുണ്ടായ പുത്രനാണ് ശർമാത്രാതൻ, നകുലന് രേണുകയിലുണ്ടായ പുത്രനാണ് ആര്? നിരമിത്രൻ. ആരാണ്ട? നിരമിത്രൻ. നകുലൻ്റെ നിരമിത്രൻ. ഓക്കെ ആണല്ലോ. ഭീമൻ്റെത് ശർമാത്രാതൻ, നകുലിൻ്റെ പുത്രൻ ശ്രുതസേനൻ. അപ്പോൾ നകുലൻ്റെ പുത്രൻ ശ്രുതസേനനാണ്. നകുലന് രേണുകയിൽ ഉണ്ടായതാരാണ്? അത് നിരമിത്രനാണ്. ഓക്കെ, അടുത്ത ചോദ്യം. സഹദേവന് വിജയയിലുണ്ടായ പുത്രൻ സുഹോത്രനാണ്. അപ്പോൾ സഹദേവന് വിജയയിലുണ്ടായ പുത്രൻ ആരാണ്? സുഹോത്രൻ. ആരാണ്? സുഹോത്രനാണ്. ഭീമന് ഹിഡംബിയിലുണ്ടായ പുത്രൻ, അതാണ് നമ്മുടെ പണ്ടത്തെ കാർട്ടൂണിലൊക്കെ ഉണ്ടായിരുന്ന മേഹൂം ഖഡോൽഖജൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയാം. മേഘൂം ഖഡോൽഖജ് ഏ ദുനിയൊക്കെ സബ്സെ ബെഡല, അങ്ങനെ ഒരു പടമൊക്കെ ഉണ്ടല്ലോ. ആ ഒരു ആളാണ് നമ്മുടെ ഖഡോൽഖജൻ. ഓക്കെ, അപ്പോൾ ഭീമന് ഹിഡംബിയിലുണ്ടായ പുത്രനാരാണ്? അതാണ് ഖഡോൽഖജൻ. കർണനെ വധിച്ചത് ആരാണ്? അർജുനനാണ്. അപ്പോൾ കർണനെ വധിച്ചതാര്? അർജുനൻ. ദുശാസനനെ വധിച്ചത് അത് ഭീമനാണ്. അപ്പോൾ ദുശാസനനെ ആര് വധിച്ചു? ഭീമൻ വധിച്ചു. അപ്പോൾ
അപ്പോൾ ഒന്നുകൂടി സഹദേവന് വിജയിയിലുണ്ടായ പുത്രനാണ് ദുഹോത്രൻ. ഭീമന് ഹിഡംബിയിലുണ്ടായ പുത്രനാണ് ഘടോൽക്കജൻ. കർണനെ വധിച്ചത് അർജുനൻ. കർണനെ വധിച്ച ആരാണ്? അർജുനൻ. ദുശാസനനെ വധിച്ചത് ആരാണ്? ഭീമനാണ് വധിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്താൻ ഉപയോഗിക്കുന്ന രാഗമേത്? ഏത് രാഗമാണ്? ഭൂപാള രാഗമാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്താൻ ഉപയോഗിക്കുന്ന രാഗമേതാണ്? ഭൂപാള രാഗം. ക്ഷേത്രങ്ങളിൽ ഉഷപൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗം. ഈ പൂജയെക്കുറിച്ച് നമുക്ക് കുറച്ച് അടുത്ത നമ്മൾ ചോദ്യങ്ങൾ നമ്മൾ വരുത്തുന്നുണ്ട്. പൂജയെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കാൻ ഉണ്ട്. സിമ്പിളാണ്, നമുക്ക് ജസ്റ്റ് ഓക്കെ. ക്ഷേത്രങ്ങളിൽ ഉഷപൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗം ഏതാണ്? മലയമാരുതമാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഉഷപൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗം ഏത് രാഗമാണ്ട? മലയമാരുതം. മലയമാരുതം. ഉഷപൂജയ്ക്ക് മലയമാരുതം. പള്ളി ഉണർത്താൻ ഭൂപാള രാഗം. പള്ളി ഉണർത്താൻ ഭൂപാള രാഗം. ഓക്കെ ആണല്ലോ. അടുത്ത്, ക്ഷേത്രങ്ങളിൽ ഉച്ചപൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗം മധ്യമാവതി രാഗമാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഉച്ചപൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗമാണ് മധ്യമാവതി രാഗം. ഉച്ചപൂജയ്ക്ക് മധ്യമാവതി. ഓക്കെ. ക്ഷേത്രങ്ങളിൽ മധ്യാഹ്ന പൂജയ്ക്ക് ആലപിക്കുന്ന രാഗം അത് ധനാശി അല്ലെങ്കിൽ ആരബി രാഗമാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ മധ്യാഹ്ന പൂജയ്ക്ക് ആലപിക്കുന്ന രാഗമാണ് ധനാശി ആരബി രാഗം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊന്നുകൂടെ പറയാം. ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്താൻ ഉപയോഗിക്കുന്ന രാഗം ഏതാണ്? ഭൂപാള രാഗമാണ്. ക്ഷേത്രങ്ങളിൽ ഉഷപൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗം ഏത് രാഗമാണ്? ഓർത്തു പറയുക, മലയമാരുതം. ക്ഷേത്രങ്ങളിൽ ഉച്ചപൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗം ഉച്ചപൂജയ്ക്ക് ഏതാണ്? മധ്യമാവതി രാഗം. നിങ്ങൾ കണ്ണടച്ച് ഓർത്താൽ മതി, അതിനാണ് ഞാൻ പിന്നെ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അടുത്ത്, ക്ഷേത്രങ്ങളിൽ മധ്യാഹ്ന പൂജയ്ക്ക് ആലപിക്കുന്ന രാഗം ഏതാണ്? ധനാശി ആരബി രാഗങ്ങളാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം. ധ്വജത്തിന് താഴെ പ്രതിഷ്ഠിക്കുന്നത് എന്താണ്? ധ്വജത്തിന് താഴെ പ്രതിഷ്ഠിക്കുന്നത് എന്താണ്? എന്തിനെയാണ്? അഷ്ടദിക്പാലകന്മാരെയാണ് ധ്വജത്തിന് താഴെ പ്രതിഷ്ഠിക്കുന്നത്. ഓക്കെ. ക്ഷേത്ര ഗോപുരത്തിന് മുകളിൽ ഉയർത്തുന്ന ഹിന്ദുവിൻ്റെ ധ്വജത്തിൻ്റെ നിറമെന്ത്? കാവിയാണ്. അപ്പോൾ ക്ഷേത്ര ഗോപുരത്തിന് മുകളിൽ ഉയർത്തുന്ന ഹിന്ദുവിൻ്റെ ധ്വജത്തിൻ്റെ നിറം എന്ത് നിറമാണ്ട? കാവി നിറമാണ്. ഓക്കെ. ധ്വജത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ധ്വജത്തിൻ്റെ ഒരു അളവുണ്ടല്ലോ, ഒരു നമ്മുടെ ത്രികോണം പോലെയുള്ള അങ്ങനത്തെ ഒരു അളവാണ്. അപ്പോൾ ധ്വജത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത് ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ശ്രീകോവിലിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ വാതിൽ കണക്കിന് അനുപാതമായിട്ടാണ് ധ്വജത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ധ്വജത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ ശ്രീകോവിലിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ വാതിലിൻ്റെ കണക്കിന് അനുപാതമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ധ്വജത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത്. ഹിന്ദു ധ്വജം കളർ എന്താണ്? കാവിയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത്, കൊടിമരമില്ലാത്ത ക്ഷേത്രം നിർമ്മിക്കരുത് എന്ന് പറയുവാൻ കാരണം എന്തുകൊണ്ടാണ്? കൊടിമരമില്ലാത്ത ക്ഷേത്രത്തിൽ അസുരന്മാർ വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് മൂലമാണ് ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ കൊടിമരമില്ലാതെ നിർമ്മിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കൊടിമരമില്ലാതെ ക്ഷേത്രം നിർമ്മിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? കൊടിമരമില്ലാത്ത ക്ഷേത്രങ്ങളിൽ അസുരന്മാർ വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് മൂലമാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ധ്വജത്തിന് താഴെ പ്രതിഷ്ഠിക്കുന്നത് അഷ്ടദിക്പാലകന്മാരെയാണ്. ക്ഷേത്ര ഗോപുരത്തിന് മുകളിൽ ഉയർത്തുന്ന ഹിന്ദുവിൻ്റെ ധ്വജത്തിൻ്റെ നിറമാണ് കാവി. ധ്വജത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത് ശ്രീകോവിലിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ വാതിൽ കണക്കിന് അനുപാതമായിട്ടാണ്. കൊടിമരമില്ലാത്ത ക്ഷേത്രം നിർമ്മിക്കുവാൻ പാടില്ല എന്ന് പറയുവാൻ കാരണം എന്താണ്? കൊടിമരമില്ലാത്ത ക്ഷേത്രത്തിൽ ആര് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു? അസുരന്മാർ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം. വിഷ്ണുവിൻ്റെ ധ്വജവാഹനം. വിഷ്ണുവിൻ്റെ വാഹനം ഏതാണ്? ധ്വജവാഹനമാണ്. ഇതിൽ ചെറിയൊരു നിങ്ങൾ ഈ ധ്വജവാഹനം ആ ഒരു ഇതുണ്ടല്ലോ, ധ്വജവാഹനമാണ്, വാഹനമല്ല. ധ്വജവാഹനവും വാഹനവുമായിട്ട് വ്യത്യാസമുണ്ട്. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ വിഷ്ണുവിൻ്റെ ധ്വജവാഹനം എന്ന് പറയുന്നത് ഗരുഡനാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ ധ്വജവാഹനം, ധ്വജം അത് ശ്രദ്ധിക്കുക, വിഷ്ണുവിൻ്റെ ധ്വജവാഹനമാണ് ഗരുഡൻ. സുബ്രഹ്മണ്യൻ്റെ ധ്വജവാഹനം മയിലല്ല,
കോഴിയാണ്. അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ ധ്വജവാഹനം, ആ ഒരു സുബ്രഹ്മണ്യൻ്റെ ഒരു ധ്വജം എടുത്തു കഴിഞ്ഞാൽ, ധ്വജം അറിയാമല്ലോ ആ ഒരു കൊടിയാണ്, ആ ഒരു കൊടിയിൽ ഒരു പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എന്ന് പറയുമ്പോൾ ആ ഒരു ധ്വജവാഹനം, ആ ഒരു ധ്വജത്തിലെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ കോഴിയിലൊരു ചിത്രം എന്ത് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സുബ്രഹ്മണ്യൻ്റെ ധ്വജവാഹനം ഏതാണ്? അത് കോഴിയാണ്. മഴയ്ക്ക് വേണ്ടി ഇന്ദ്രനെ സ്മരിച്ചു നാട്ടുന്ന കൊടിമരത്തിൻ്റെ പേരാണ് ഇന്ദ്രധ്വജം. അപ്പോൾ മഴയ്ക്ക് വേണ്ടി ഇന്ദ്രനെ സ്മരിച്ചുകൊണ്ട് നാട്ടുന്ന കൊടിമരത്തിൻ്റെ പേരെന്ത്? അതിനെ നമ്മൾ ഇന്ദ്രധ്വജമെന്ന് പറയും. എന്തു പറയും? ഇന്ദ്രധ്വജമെന്ന് പറയും. ഓക്കെ ആണല്ലോ. ഇന്ദ്രധ്വജ പ്രതിഷ്ഠയുള്ള ശുഭമുഹൂർത്തം ഏതാണ്? ഇന്ദ്രധ്വജ പ്രതിഷ്ഠയ്ക്കുള്ള ശുഭമുഹൂർത്തം ഭദ്രമാസത്തിലെ ശുക്ല ദ്വാദശി നാളിലാണ്. അപ്പോൾ ഇന്ദ്രധ്വജ പ്രതിഷ്ഠയ്ക്കുള്ള ശുഭമുഹൂർത്തം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഭാദ്രമാസത്തിലെ ശുക്ല ദ്വാദശി നാളിലാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. വിഷ്ണുവിൻ്റെ ധ്വജവാഹനമാണ് ഗരുഡൻ. സുബ്രഹ്മണ്യൻ്റെ ധ്വജവാഹനമാണ് കോഴി. മഴയ്ക്കു വേണ്ടി ഇന്ദ്രനെ സ്മരിച്ചു നാട്ടുന്ന കൊടിമരത്തിൻ്റെ പേരാണ് ഇന്ദ്രധ്വജം. ഇന്ദ്രധ്വജ പ്രതിഷ്ഠയ്ക്കുള്ള ശുഭമുഹൂർത്തമാണ് ഭാദ്രമാസത്തിലെ ശുക്ല ദ്വാദശി നാളെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം, ധ്വജസ്തംഭത്തിന് ഉത്തമമായ വൃക്ഷമേതാണ്? ഒരു ധ്വജസ്തംഭം നിർമ്മിക്കുവാനായിട്ട് ഉത്തമമായ വൃക്ഷമേതാണ്? അത് തേക്കാണ്. അപ്പോൾ ഒരു ധ്വജസ്തംഭത്തിന് ഉത്തമമായ വൃക്ഷമേതാണ്? അത് തേക്കാണ്. ശിവൻ്റെ ധ്വജവാഹനം ഏതാണ്? അത് നന്ദിയാണ്. അപ്പോൾ ശിവൻ്റെ ധ്വജവാഹനം ഏതാണ്? നന്ദിയാണ്. അയ്യപ്പൻ്റെ ധ്വജവാഹനം ഏതാണ്? കുതിരയാണ്. പുലിയാണോ കുതിരയാണോ എന്ന് ഡൗട്ട് വരും. അതാണ് ഞാൻ പറഞ്ഞത്. ധ്വജവാഹനം ഏതെന്നാണ് ചോദ്യം. അതേതാണ്? അത് കുതിരയാണ്. ദേവിയുടെ ധ്വജവാഹനം ഏതാണ്? അത് സിംഹമാണ്. അപ്പോൾ ദേവിയുടെ ധ്വജവാഹനം ഏതാണ്? സിംഹമാണ്. ഓക്കെ ആണല്ലോ. നമ്മുടെ പല ടോപ്പിക്കിൽ നിന്നും ഞാൻ ക്വസ്റ്റ്യൻ എടുത്ത് പല ടോപ്പിക്കിൽ നിന്നും എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ്. മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻസ് മാറി വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി പറയാം. ധ്വജസ്തംഭത്തിന് ഏറ്റവും നല്ല വൃക്ഷമെന്ന് പറയുന്നത് തേക്കാണ്. ശിവൻ്റെ ധ്വജവാഹനം എന്ന് പറയുന്നത് നന്ദിയാണ്. അയ്യപ്പൻ്റെ ധ്വജവാഹനം എന്ന് പറയുന്നത് ഏതാണ്? അത് കുതിരയാണ്. ദേവിയുടെ ധ്വജവാഹനം ഏതാണ്? അത് സിംഹമാണ്. ഓക്കെ ആണല്ലോ, സിംഹമാണ്. അടുത്ത ചോദ്യം, കൊടിമരത്തിൻ്റെ മുകൾ ഭാഗം ഏത് ഭാഗത്തെ കുറിക്കുന്നു? കൊടിമരത്തിൻ്റെ മുകൾ ഭാഗം ഏത് ഭാഗത്തെ കുറിക്കുന്നു? വിഷ്ണു ഭാഗത്തെയാണ് കുറിക്കുന്നത്. അപ്പോൾ ഒരു കൊടിമരം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം ഏത് ഭാഗത്തെ കുറിക്കുന്നു? വിഷ്ണു ഭാഗത്തെയാണ് കുറിക്കുന്നത്. അടുത്ത ചോദ്യം, ധ്വജത്തിൻ്റെ അടിഭാഗം ഷഡ്ചക്രങ്ങളിൽ ഏതിനെ സങ്കല്പിക്കുന്നു? മൂലാധാരത്തെയാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ധ്വജം അറിയാമല്ലോ. ധ്വജത്തിൻ്റെ അടിഭാഗം ഷഡ്ചക്രങ്ങളിൽ ഏതിനെയാണ് സങ്കല്പിക്കുന്നത്? മൂലാധാരത്തെയാണ് സങ്കല്പിക്കുന്നത്. ഈ ചോദ്യം ഒന്നുകൂടി പറയാം, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ധ്വജത്തിൻ്റെ അടിഭാഗം ഷഡ്ചക്രങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? മൂലാധാരത്തെ സൂചിപ്പിക്കുന്നു. ഓക്കെ ആണല്ലോ. ഈ ധ്വജം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇടയ്ക്കൊരു നമ്മുടെ ഒരു ഹനുമാൻ്റെ ഒരു അനിമേഷൻ മൂവി ഉണ്ടായിരുന്നു. നമ്മുടെ ആക്ടേഴ്സും അതേപോലെ തന്നെ ഹനുമാൻ അനിമേഷൻ വെച്ചിട്ട് ആ ഒരു സിനിമയിൽ ഈ ഹനുമാനെക്കുറിച്ച് പറയുമ്പോൾ അതിങ്ങനെ ആ ഒരു നമ്മുടെ അറിയാമല്ലോ, അത് കറക്റ്റായിട്ട് കാണിക്കുന്നു. ധ്വജം കറക്റ്റായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതെനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. പറഞ്ഞുതരാൻ കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ കൊടിമരത്തിൻ്റെ മുകൾ ഭാഗം ഏത് ഭാഗത്തെ കുറിക്കുന്നു? വിഷ്ണു ഭാഗത്തെയാണ് കുറിക്കുന്നത്. ധ്വജത്തിൻ്റെ അടിഭാഗം ഷഡ്ചക്രങ്ങളിൽ മൂലാധാരത്തെ സങ്കല്പിക്കുന്നു. അടുത്ത്, ധ്വജത്തിൻ്റെ മുകൾ ഭാഗം ഷഡ്ചക്രങ്ങളിൽ ഏതിനെ സങ്കല്പിക്കുന്നു? അപ്പോൾ ഒരു ധ്വജം എടുത്തു കഴിഞ്ഞാൽ അടിഭാഗം മൂലാധാരം എന്ന് പറഞ്ഞു. അപ്പോൾ ധ്വജത്തിൻ്റെ മുകൾ ഭാഗം ഷഡ്ചക്രങ്ങളിൽ ഏതിനെ സങ്കല്പിക്കുന്നു? സഹസ്രാരത്തെയാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ ഒരു ധ്വജം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം ഷഡ്ചക്രങ്ങളിൽ ഏതിനെ സങ്കല്പിക്കുന്നു? സഹസ്രാരത്തെ സങ്കല്പിക്കുന്നു. അടുത്ത്, ധ്വജത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് എന്തിനെയാണ്? ദേവവാഹനത്തെയാണ്. അപ്പോൾ ഒരു ധ്വജം എടുത്തു കഴിഞ്ഞാൽ ആ ധ്വജത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് എന്തിനെയാണ്? നമ്മുടെ ധ്വജത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് ആ ഒരു ദേവൻ്റെ ദേവവാഹനത്തെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ധ്വജത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് എന്താണ്? ദേവവാഹനം. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പറയാം. കൊടിമരത്തിൻ്റെ മുകൾ ഭാഗം കുറിക്കുന്നത് വിഷ്ണു ഭാഗത്തെയാണ്.
ധ്വജത്തിൻ്റെ അടിഭാഗം ഷഡ്ചക്രങ്ങളിൽ മൂലാധാരത്തെ സങ്കല്പിക്കുന്നു. ധ്വജത്തിൻ്റെ മുകൾ ഭാഗം ഷഡ്ചക്രങ്ങളിൽ സഹസ്രാരത്തെ സങ്കല്പിക്കുന്നു. ധ്വജത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് എന്താണ്? ഏതൊരു ദേവൻ്റെയാണോ ആ ദേവൻ്റെ വാഹനത്തെയാണ്, ദേവവാഹനത്തെയാണ് ധ്വജത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്നത്. അടുത്ത ചോദ്യം, കൊടിമരത്തിൻ്റെ സ്ഥാനം ക്ഷേത്രത്തിൽ എവിടെയാണ്? അപ്പോൾ ഒരു കൊടിമരം അറിയാമല്ലോ, കൊടിമരം കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ കൊടിമരത്തിൻ്റെ സ്ഥാനം ഒരു ക്ഷേത്രത്തിൽ എവിടെയാണ് പ്രതിഷ്ഠിക്കുന്നത്? എവിടെയാണ്? ബലിക്കൽ പുരയ്ക്കും ആനക്കൊട്ടിലിനും ഇടയ്ക്കാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു കൊടിമരത്തിൻ്റെ സ്ഥാനം ക്ഷേത്രത്തിൽ എവിടെയാണ്? ബലിക്കൽ പുരയ്ക്കും ആനക്കൊട്ടിലിനും ഇടയ്ക്കാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ പരശുരാമ ക്ഷേത്രം പഴയ ഒരു നിർമ്മിതിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊടിമരം എവിടെ നിൽക്കുന്നു, ബാക്കി കാര്യങ്ങൾ, ഗർഭഗൃഹം എവിടെയാണ്, അതൊക്കെ എന്ത് ചെയ്യും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൊടിമരത്തിൻ്റെ സ്ഥാനം ക്ഷേത്രത്തിൽ എവിടെയാണ്? ബലിക്കൽ പുരയ്ക്കും ആനക്കൊട്ടിലിനും ഇടയ്ക്കാണ്. അടുത്ത്, കൊടിമരത്തിന് ഉപയോഗിക്കുന്ന ശില എന്ത് ശിലയാണ്? നപുംസക ശില കൊണ്ടാണ് കൊടിമരം നിർമ്മിക്കുന്നത്. അപ്പോൾ കൊടിമരത്തിന് ഉപയോഗിക്കുന്ന ശില ഏതാണ്? നപുംസക ശില. കൊടിമരത്തിൻ്റെ അടിഭാഗം ഏത് ഭാഗത്തെ കുറിക്കുന്നു? കൊടിമരത്തിൻ്റെ അടിഭാഗം ബ്രഹ്മഭാഗത്തെ കുറിക്കുന്നു. അപ്പോൾ ഒരു കൊടിമരത്തിൻ്റെ അടിഭാഗം ഏത് ഭാഗത്തെ കുറിക്കുന്നു? ബ്രഹ്മഭാഗത്തെയാണ് കുറിക്കുന്നത്. കൊടിമരത്തിൻ്റെ മധ്യഭാഗം ഏത് ഭാഗത്തെ കുറിക്കുന്നു? ശിവഭാഗത്തെയാണ് കുറിക്കുന്നത്. അപ്പോൾ ഒരു കൊടിമരത്തിൻ്റെ അടിഭാഗം ബ്രഹ്മഭാഗത്തെയും ഒരു കൊടിമരത്തിൻ്റെ മധ്യഭാഗം ശിവഭാഗത്തെയുമാണ് കുറിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി പറയാം. കൊടിമരത്തിൻ്റെ സ്ഥാനം ക്ഷേത്രത്തിൽ ബലിക്കൽ പുരയ്ക്കും ആനക്കൊട്ടിലിനും ഇടയ്ക്കായിട്ടാണ്. കൊടിമരത്തിന് ഉപയോഗിക്കുന്ന ശില എന്ന് പറയുന്നത് നപുംസക ശിലയാണ്. കൊടിമരത്തിൻ്റെ അടിഭാഗം ഏത് ഭാഗത്തെ കുറിക്കുന്നു? ബ്രഹ്മഭാഗത്തെ കുറിക്കുന്നു. കൊടിമരത്തിൻ്റെ മധ്യഭാഗം അത് ശിവഭാഗത്തെയാണ് കുറിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം, തിലകധാരണം വഴി ഷഡ്ചക്രങ്ങളിൽ ഏത് ചക്രത്തിനാണ് ഉണർവേകുന്നത്? തിലകധാരണം വഴി, തിലകം നമ്മൾ ധരിക്കുമ്പോൾ ഷഡ്ചക്രങ്ങളിൽ ഏത് ചക്രത്തിനാണ് ഉണർവേകുന്നത്? ആജ്ഞാചക്രത്തിനാണ് ഉണർവ് ഏകുന്നത്. അപ്പോൾ തിലകധാരണം വഴി ആജ്ഞാചക്രത്തിന് എന്ത് ചെയ്യുന്നു? ഉണർവ് ഏകുന്നു. അടുത്ത ചോദ്യം, ധ്വജത്തിലെ വാഹനം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? അപ്പോൾ ഒരു ധ്വജത്തിലെ വാഹനം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? പുരുഷ പ്രതീകത്തെയാണ് ധ്വജത്തിലെ വാഹനം പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ധ്വജത്തിലെ വാഹനം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? പുരുഷ പ്രതീകത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അടുത്ത ചോദ്യം, കൊടിക്കൂറ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? കൊടിക്കൂറ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? എന്തിനെ പ്രതിനിധീകരിക്കുന്നു? പ്രകൃതി ശക്തിയെയാണ് കൊടിക്കൂറ പ്രതിനിധീകരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കൊടിക്കൂറ പ്രകൃതി ശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഓക്കെ, അടുത്ത്, കൊടിമരം ശരീരത്തിൻ്റെ ഏത് ഭാഗമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? നട്ടെല്ലായിട്ടാണ് കൊടിമരം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കൊടിമരം എടുത്തു കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഏത് ഭാഗമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു? നട്ടലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കൊടിമരം ശരീരത്തിൻ്റെ നട്ടലായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊന്നുകൂടി പറയാം. ക്ലാസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അത്രയും കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് എടുക്കുന്നൊരു ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നല്ല ഒരു ഉപകാരപ്രദമായിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ തിലകധാരണം വഴി ഷഡ്ചക്രങ്ങളിൽ ഏത് ചക്രത്തിനാണ് ഉണർവേകുന്നത്? ആജ്ഞാചക്രത്തിന് ഉണർവേകുന്നു. ധ്വജത്തിലെ വാഹനം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? പുരുഷ പ്രതീകത്തെയാണ്. കൊടിക്കൂറ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? പ്രകൃതി ശക്തിയെ. കൊടിമരം ശരീരത്തിൻ്റെ ഏത് ഭാഗമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? നട്ടെല്ലായിട്ടാണ് ചിത്രീകരിച്ച് ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. ക്ലാസ് എങ്ങനെയുണ്ട് എന്നൊന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മാക്സിമം നമ്മുടെ ചോദ്യങ്ങൾ അടുത്തും എന്ത് ചെയ്യും നമ്മൾ ഉൾപ്പെടുത്തും. അപ്പോൾ മാക്സിമം അല്ല, കംപ്ലീറ്റ് സിലബസ് കവറപ്പാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ ആണല്ലോ. എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും നമ്മുടെ ജനറൽ ടോപ്പിക്കായാലും നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഇത് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി എന്ത് ചെയ്യുക, ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഏത് ക്ലാസ് കാണാനിരിക്കുമ്പോഴും എന്ത് ചെയ്യുക, നിങ്ങളൊരു പേപ്പറും അല്ലെങ്കിൽ ഒരു ബുക്കും പേനയും കൊണ്ട് ഇരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ നിൽക്കാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് എഴുതിയിട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, കാണാം. ഓക്കെ.